നമസ്കാരം. ടോപ് 10ലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ കലുഷിതമാണ്. യുദ്ധത്തിന്റെ ബാക്കി പത്രം എപ്പോഴും സമ്മാനിക്കുക സമാധാനവും സന്തോഷവുമല്ല, മറിച്ച് കണ്ണീരോർമ്മകൾ മാത്രമാണ്. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇറാനിൽ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ അശാന്തി പടരുന്നു. ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമോ? ഇറാന്റെ മറുപടി ഗൾഫ് മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുകയും ശക്തമാക്കുകയും ചെയ്തതോടെ ഇന്ത്യയും കരുതലോടെയാണ് നിരീക്ഷിക്കുന്നത്. അമേരിക്കയും ഇസ്രയേലും ഇറാനും നിലപാട് കടുപ്പിച്ച് അടിച്ചും തിരിച്ചടിച്ചും മുന്നോട്ടു പോകുമ്പോൾ മറ്റു ലോക രാജ്യങ്ങളും ആശങ്കയിലാണ്. ഇന്ത്യയും സമുദ്ര അതിർത്തികൾ സുരക്ഷിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒന്നുകിൽ ആയുധം വെച്ച് കീഴടങ്ങുക, അല്ലെങ്കിൽ മരണത്തെ പുൽകാൻ തയ്യാറാകുക എന്നതാണ് അമേരിക്കയുടെ നിലപാട്. സംഘർഷം നീങ്ങുന്നത് എങ്ങോട്ട്? സമാധാനം പുലരട്ടെ എന്ന് പ്രത്യാശിക്കാം. ടോപ് 10ൽ പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിൽ യുദ്ധം, ലോകം ആശങ്കയിൽ. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടെ ഇറാനെ ആക്രമിച്ച് ഇസ്രായേൽ. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം. ഇറാനിലെ 2 സ്കൂളുകൾക്ക് നേരെയും ആക്രമണം. 87 കുട്ടികൾ കൊല്ലപ്പെട്ടു. അബുദാബിയിൽ മിസൈൽ അവശിഷ്ടങ്ങൾ വീണ് പാക് പൗരൻ കൊല്ലപ്പെട്ടു. അയതുള്ള ഖമേനി യുടെ വസതി തകർത്തു. ഖമേനി സുരക്ഷിതൻ. ഇറാൻ പ്രതിരോധ മന്ത്രി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. UN രക്ഷാസമിതി യോഗം പുലർച്ചെ 2:30 യോഗം ചേരണമെന്ന് ആവശ്യപ്പെട്ടത് ഫ്രാൻസും ഇറാനും. ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഗൾഫ് മേഖലയിലുള്ള US സൈനിക കേന്ദ്രങ്ങളിൽ. ബഹ്റിനിലെ ജുഫ്രയിൽ US സേനാ താവളം ആക്രമിച്ചു. ഖത്തറിലെയും UAEയിലെയും US സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. കുഞ്ഞുങ്ങളെ കൊന്നതിനും മറുപടി നൽകുമെന്ന് ഇറാൻ. ഇതുവരെ പ്രയോഗിച്ചത് പഴയ ആയുധ ശേഖരമാണെന്നും വരാൻ പോകുന്നത് ഇതുവരെ കാണാത്ത ആയുധങ്ങളെന്നും മുന്നറിയിപ്പ്. രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നും ഇന്ത്യ. സ്ഥിതിഗതികൾ നിരീക്ഷിച്ച് വിദേശകാര്യ മന്ത്രാലയം. വിദ്യാർത്ഥികളടക്കം 10,000-ലേറെ ഇന്ത്യക്കാർ യുദ്ധമേഖലകളിലെന്ന് സൂചന. പരമാവധി വാസസ്ഥലങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശം. ഹെൽപ്പ് ഡെസ്ക് തുറന്നു നോർക്ക. കേരളത്തിൽ നിന്നും ഉൾപ്പെടെയുള്ള വിമാന സർവീസുകൾ റദ്ദാക്കി. ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷയൊരുക്കാൻ INS കൊൽക്കത്ത ഉൾപ്പെടെയുള്ള യുദ്ധക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചതായി സൂചന. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരെ ചേർത്തുപിടിച്ച് കേരളം. കൽപ്പറ്റ എസ്റ്റണിലെ മാതൃകാ ടൗൺഷിപ്പ് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈമാറും. ഗുണഭോക്താക്കൾക്കുള്ള പട്ടയങ്ങളും വിതരണം ചെയ്യും. മുസ്ലിം ലീഗ് നിർമ്മിച്ച 51 വീടുകൾ കൈമാറി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM PB അംഗങ്ങളിൽ മത്സരിക്കുന്നത് പിണറായി വിജയൻ മാത്രം. KK ശൈലജ പേരാവൂരിൽ മത്സരിച്ചേക്കും. തലശ്ശേരിയിൽ കാരായി രാജൻ, ഷംസീറിനും PK ബിജുവിനും P ജയരാജനും സീറ്റില്ല. EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ എന്നിവർ മത്സരിക്കില്ല. ഇരവിപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ പൊട്ടിത്തെറി. മണ്ഡലം സെക്രട്ടറി N നൌഷാദ് രാജിവെച്ചു. കോഴിക്കോട് എലത്തൂർ സീറ്റിനെ ചൊല്ലി NCPയിലും തർക്കം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടു. ക്രൈസ്തവർക്കായി പ്രത്യേക കോർപ്പറേഷന് ശുപാർശ. താൽക്കാലിക നിയമനങ്ങളിൽ സംവരണം വേണം. സർക്കാർ സർവീസിലുള്ളവരുടെ ജാതി തിരിച്ചുള്ള പട്ടിക പ്രസിദ്ധീകരിക്കണമെന്നും ന്യൂനപക്ഷ കോളേജുകളിൽ കൂടുതൽ സീറ്റ് വേണമെന്നും കമ്മീഷൻ. ആന്ധ്രാപ്രദേശിലെ കാക്കിനട ജില്ലയിൽ വെള്ളാപ്പാലത്ത് പടക്ക നിർമ്മാണശാലയിൽ തീപിടുത്തം. 18 പേർ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്ക്. പലരുടെയും നില ഗുരുതരം. What a moment it is. Yes, the IDFC First Bank Ranji Trophy season. രഞ്ജി ക്രിക്കറ്റിൽ ചരിത്രമെഴുതി ജമ്മു കശ്മീർ. കർണാടകയെ സമനിലയിൽ തളച്ച് കന്നിക്കിരീടം സ്വന്തമാക്കി ജമ്മു. നിർണായകമായത് 1-ാം ഇന്നിംഗ്സ് ലീഡ്. ISL 3-ാം മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് തോറ്റു. ഗർഭാശയ ക്യാൻസർ പ്രതിരോധത്തിനായി രാജ്യവ്യാപക വാക്സിനേഷന് തുടക്കമായി. പദ്ധതി രാജസ്ഥാനിലെ അജ്മീറിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ നൽകുക 14 വയസ്സ് പൂർത്തിയായ എല്ലാ പെൺകുട്ടികൾക്കും.
ദ ഡേ. ഇനി വരവേൽക്കാം ഇടയാത്ത ആനയെ. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിലാക്കി ഇസ്രായേൽ അമേരിക്കൻ സഖ്യം. ഇറാനിൽ ശക്തമായ ആക്രമണം തുടരുന്നു. ഇറാൻ US ആണവ ഉടമ്പടി ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് ഇസ്രായേലിന്റെ ആക്രമണം. ടെഹ്റാന് സമീപം ഭരണ പ്രതിരോധ മേഖലകൾ ലക്ഷ്യമിട്ടായിരുന്നു വ്യോമാക്രമണം. ഇറാനിലെ 2 സ്കൂളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. 87 കുട്ടികൾ കൊല്ലപ്പെട്ടു. ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾ ഇറാൻ ആക്രമിച്ചു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ നിർദ്ദേശം നൽകി ബഹ്റിൻ. ഖത്തറിൽ എയർബേസുകൾ ലക്ഷ്യം വെച്ചുള്ള മിസൈലുകൾ തടഞ്ഞുവെന്ന് റിപ്പോർട്ട്. കുവൈറ്റിലും ശക്തമായ മുൻകരുതലാണ് നൽകിയിട്ടുള്ളത്. സംഘർഷം നീങ്ങുന്നത് എവിടേക്കെന്നുള്ള ചോദ്യം ഉയരുന്നു. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അഖില കൃഷ്ണൻ ചേരുകയാണ്. അഖില, ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ ഇറാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുന്നു. ആശങ്ക അവസാനിക്കുന്നില്ല. മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാരായ പ്രവാസികൾ അവിടെയുണ്ട്. നമുക്കറിയാവുന്ന പോലെ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ആശങ്കയിലാണല്ലോ അഖില. അശ്വതി, തീർച്ചയായും. അതായത് ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കുന്നു. അതിന് ഇറാൻ തിരിച്ചടി നൽകുന്നു. ഇറാൻ തിരിച്ചടി നൽകുമ്പോൾ ഉണ്ടായ ഒരു പ്രശ്നം എന്നുള്ളത് US-ന്റെ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അത് പ്രധാനമായും ഉള്ളത് ഗൾഫ് മേഖലയിലാണ്. ആ മേഖലയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കതിൽ കാര്യമായ ആശങ്കയുണ്ട്. കാരണം 90 ലക്ഷത്തിലധികം നമ്മുടെ ആളുകൾ അവിടെ പല ഇടത്തായി ജോലി ചെയ്യുന്നുണ്ട്. 13 ഇടങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. UAE, കുവൈറ്റ് അടക്കമുള്ള ഇടങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ഈ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സംഭവങ്ങളിൽ. പ്രധാനമായും ഇതൊരു സംഘർഷം എന്നത് ഇപ്പോൾ ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടി തിരിച്ചടി എന്നുള്ള തരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. ഒപ്പം തന്നെ ഹിസ്ബുള്ള, ഹൂതികൾ അടക്കമുള്ള ഇറാൻ അനുകൂല സംഘടനകൾ കൂടി ഇതിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത ഉണ്ട്. ചില കടലിലടക്കം ചില ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഹൂതി വിമതർ അത് നടത്തി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് അവസാനിക്കാനുള്ള ഒരു സാധ്യതയല്ല നിലവിൽ ഉള്ളത്. വലിയ ഒരു പ്രശ്നം ഇതിനുണ്ട്. ഇറാന്റെ ഈ ഭരണം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ഒപ്പം തന്നെ ഇറാൻ ഒരു തരത്തിലും ആണവായുധങ്ങൾ കൈവശം വയ്ക്കാൻ പാടില്ല എന്നുള്ള ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും അമേരിക്ക തയ്യാറല്ല. പക്ഷേ രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉണ്ടായ ആക്രമണമാണ് എന്ന് ഇറാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇറാനും പിന്നോട്ട് പോകാൻ തയ്യാറല്ല. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഉപയോഗിച്ച് തിരിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഇസ്രായേലിന് മുന്നിൽ പക്ഷേ ഇന്നുണ്ടായത് ഏറ്റവും ഒരു തരത്തിലും ഇസ്രായേലിനെയും ഇറാനെയും നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇസ്രായേലിൽ നിന്ന് ഇന്നുണ്ടായത് വളരെ വേദനാജനകമായ ഒരു സംഭവമാണ്. ഇറാനിലേക്ക് നടത്തിയ ആ ആക്രമണത്തിൽ 2 സ്കൂളുകൾക്കാണ് തകരാറുണ്ടായത്. ആ സ്കൂളുകളിൽ ഒരു സ്കൂളിലെ 85 കുട്ടികളാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് വളരെ വേദനാജനകമായ സംഭവമാണ്. മറ്റൊരു സ്കൂളിൽ ഉണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികളും കൊല്ലപ്പെട്ടു. ടെഹ്റാനിലുണ്ടായ സ്കൂളിലുണ്ടായ ആക്രമണത്തിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. മിനാബിലാണ് 85 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിന് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും രാജ്യത്തിന് വലിയ കളങ്കമായി ആ കുഞ്ഞുങ്ങൾക്കെതിരായുള്ള കൊലപാതകം ഉണ്ട്. അതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിലാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള ആ ആക്രമണം എല്ലാ കാലത്തും ഇസ്രായേലിന്റെ ചരിത്രം മുഴുവൻ ഇനി അതൊരു തീരാ കളങ്കമായി ഉണ്ടാകും എന്നുള്ളതിൽ സംശയം വേണ്ട. ആ കുഞ്ഞുങ്ങളുടെ ജീവനുള്ള മറുപടി ഉറപ്പായും നൽകും എന്നുകൂടി ഇറാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു അവസാനം ഉണ്ടാവുകയല്ല, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം സമാധാന ചർച്ചകളൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. വലിയ ആഗോള സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കാരണം ഈ ആക്രമണം ഉണ്ടായ പശ്ചാത്തലത്തിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നുണ്ട്. എണ്ണവിലയിൽ കാര്യമായ വർധനവുണ്ടാകുന്നു. ഒപ്പം തന്നെ ഈ വ്യോമ മേഖല പൂർണ്ണമായും തകരാറിലായ നിലയിലാണ് പോകുന്നത്. കാരണം ഇറാനും ഇസ്രായേലും അടക്കം വ്യോമപാത അടച്ചിട്ടുണ്ട്. ഇസ്രായേലിൽ അടിയന്തരാവസ്ഥയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ വ്യോമയാന മേഖല പൂർണ്ണമായും തകരാറിലായി. അതുണ്ടാക്കുന്ന നാശനഷ്ടം ചെറുതല്ല. വലിയ ആശങ്ക ആ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം എല്ലാ രാജ്യങ്ങളെയും ലോകരാജ്യങ്ങളെ മുഴുവൻ ഇത് വലിയ തോതിൽ ഒരു സമ്മർദ്ദത്തിലാക്കാനുള്ളൊരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആഗോള സമ്മർദ്ദത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ഇടപെടലുകൾ ഇതുമായി നടത്തുന്നുണ്ട്. വെറും ഒരു ആക്രമണം മാത്രമല്ല, വലിയ പ്രശ്നമായാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. UN സുരക്ഷാ കൗൺസിൽ അടക്കം ഇതുമായി ബന്ധപ്പെട്ട് ചേരാനുള്ള ഒരു തീരുമാനം വന്നിട്ടുണ്ട്. ഫ്രാൻസും ഇറാനും അടക്കമുള്ള രാജ്യങ്ങൾ UN സുരക്ഷാ കൗൺസിൽ ചേരണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന്
പുലർച്ചെ 2:30 UN സുരക്ഷാ സമിതി ചേരും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അങ്ങനെ സുരക്ഷാ സമിതി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും ഏത് തരത്തിലാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് അമേരിക്ക എങ്ങനെയാണ് ഈ സുരക്ഷാ സമിതി യോഗത്തിൻ്റെ കാര്യങ്ങളിൽ പ്രതികരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായി വരികയാണ്. ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണങ്ങൾ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയാണ് എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടാണ് ഈ സുരക്ഷാ സമിതി യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. റഷ്യ, ചൈന, ഫ്രാൻസ്, കൊളംബിയ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യോഗത്തിന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാൻ ഒരു കത്ത് തന്നെ UN രക്ഷാസമിതിയിലേക്ക് അയച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. ആന്റോണിയോ ഗുട്ടറസിന് അടക്കം ഇറാൻ അത്തരത്തിലൊരു കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ പരമാധികാരത്തിന് മേൽ നടന്ന ഈ അതിക്രമത്തിനെതിരെയുള്ള ഒരു ചർച്ച വേണം എന്നുള്ളത്. പ്രധാനമായും ഈ സൈനിക നടപടികൾ അവസാനിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഈ സുരക്ഷാ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ആവശ്യം. പക്ഷേ അത് എങ്ങനെ ഇസ്രായേലും അമേരിക്കയും അതിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അമേരിക്ക ഒരു ഘട്ടത്തിലും അത് പിന്തുണയ്ക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ നമ്മൾ കാണുന്നില്ല. സുരക്ഷാ സമിതി യോഗം ആവശ്യപ്പെട്ടാലൊന്നും അമേരിക്ക അത്തരത്തിൽ നടപടികൾ സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയല്ല കാണുന്നത്. മറ്റ് യുദ്ധമേഖല മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നുള്ള ആവശ്യവും സ്വാഭാവികമായും യോഗത്തിൽ ഉയർന്നു വരും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഇപ്പം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ പരമാധികാരത്തെ കുറിച്ച് വളരെ ആശങ്കയുള്ളവരാണ്. ഒപ്പം തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെതിരെയുള്ള ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും. ഒപ്പം സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെന്ന ആവശ്യം നേരത്തെ ഈ ആണവ കരാറൊക്കെ ആണവ ആയുധ കൈവശമൊക്കെ ആയി ബന്ധപ്പെട്ട് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ 3 വട്ടം ചർച്ച നടന്നതാണ്. ആ ചർച്ച പിന്നീട് ഒരു ഘട്ടത്തിലും ആ ചർച്ചകൾ വിജയിക്കാത്ത സാഹചര്യത്തിലാണ് ഈ യുദ്ധത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയതിന് തിങ്കളാഴ്ച വീണ്ടും അവിടെ ഒരു ചർച്ച നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തരത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു നിലപാടുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. ഈ ഹോർമൂസ് കടലിടുക്കിലടക്കം ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ചരക്ക് നീക്കത്തെ വലിയ തോതിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യമാണുള്ളത്. അത് എല്ലാ രാജ്യങ്ങളെയും, അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കത്തെ ആശ്രയിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും അത് ബാധിക്കാൻ പോവുകയാണ്. അതുതന്നെയാണ് എണ്ണ വിലയിൽ വലിയ വർധനവ്, $120 കാര്യങ്ങൾ നീങ്ങാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഈ നിരീക്ഷകർ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളുകളടക്കം ഏറ്റവും തന്ത്രപ്രധാന മേഖലകൾ ആക്രമിക്കുന്നത് വലിയ പ്രതിസന്ധിയായി മാറുന്നുണ്ട്. ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരം, അതായത് വസതി എന്നതിനപ്പുറം കൊട്ടാരം തന്നെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആയത്തുള്ള അലി ഖമേനി പക്ഷേ സുരക്ഷിതനാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ രഹസ്യ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇറാന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഈ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനി ഏതായാലും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന UN സുരക്ഷാ സമിതി യോഗത്തിലേക്കാണ്. ആ യോഗത്തിൽ എന്ത് നിലപാട് രാജ്യങ്ങൾ എടുക്കും എന്നുള്ളതാണ് പ്രധാനം. റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഈ യുദ്ധ സമാനമായ സാഹചര്യത്തെ അപലപിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആളുകളുടെ ജീവൻ, അവരുടെ സ്വത്ത് എല്ലാം സംരക്ഷിക്കേണ്ട ബാധ്യത സ്വാഭാവികമായും ഓരോ ഭരണകൂടങ്ങൾക്കും ഉണ്ട്. എല്ലാവരും അവരവരുടെ പൗരന്മാർക്ക് ആവശ്യമായ മുൻകരുതലുകൾ നൽകുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വ്യോമപാത ഇസ്രായേലും ഇറാനും വ്യോമപാത അടച്ച് കൂടുതൽ സുരക്ഷിതമായ സംവിധാനങ്ങൾ ഒരുക്കുകയാണ്. പക്ഷേ അതൊന്നും ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോക്കിനെ, അതായത് ഈ യുദ്ധത്തെ അവസാനിപ്പിക്കേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയില്ല. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യമാണ് പല രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെ ഈ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ എത്രത്തോളം അത്തരത്തിലൊരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ചോദ്യം ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 87 കുട്ടികളാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ 87 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നതിനോടൊപ്പം ഏകദേശം ഇത്ര തന്നെ കുട്ടികൾ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ പരിക്ക് വളരെ ഗുരുതരമാണ്. അഖില സൂചിപ്പിച്ച പോലെ തന്നെ ലോകരാഷ്ട്രങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ഇറാന്റെ മറുപടി ഇങ്ങനെയാണ്: നിങ്ങൾ തുടങ്ങിയത് ഞങ്ങൾ അവസാനിപ്പിക്കുക ഇല്ല എന്നതാണ് ഇറാന്റെ മറുപടി. അപ്പോഴും ഉയരുന്ന ആശങ്ക സമാധാനം പുലരുമോ, സമാധാനത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നത് തന്നെയാണ്. ഒപ്പം ഇസ്രായേലിൻ്റെ ഒപ്പം നിൽക്കുന്ന അമേരിക്കയുടെ നിലപാട് നിർണായകമാണ്. ഇന്ത്യ, റഷ്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനം. തിങ്കളാഴ്ച ചർച്ചകളെന്ന റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് പുലർച്ചെ UN രക്ഷാസമിതി യോഗങ്ങളൊക്കെ ചേരാനിരിക്കുന്നു. എന്തെങ്കിലും സമാധാനം കാണാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് ചോദ്യം.
അശ്വതി, അത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ UN സുരക്ഷാ സമിതി യോഗത്തിൽ നിന്ന് അനുകൂലമായ ഒരു നിലപാട്, അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആശ്വാസ്യമായ ഒരു നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയില്ല. കാരണം അമേരിക്കയുടെ നിലപാട് അവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. UN സുരക്ഷാ സമിതി യോഗം ചേർന്നതുകൊണ്ടൊന്നും ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്താൻ കഴിയുമെന്നതിനപ്പുറത്തേക്ക് ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യത നിലവിലില്ല. ഡൊണാൾഡ് ട്രംപ് ആദ്യം മുതൽ വ്യക്തമാക്കിയതാണ് ഇറാനെ പൂർണ്ണമായും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള പ്രധാന കാര്യം. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ളത് ആദ്യം മുതൽ ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നതാണ്. ഇന്ന് ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ പോലും ട്രംപ് പറഞ്ഞത് അത് തന്നെയാണ്. ആണവായുധം കൈവശം വയ്ക്കാൻ ഇറാനെ അനുവദിക്കില്ല, അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ളതാണ്. അതേ കാര്യം തന്നെയാണ് ഇറാന്റെ ഈ ഭരണകൂടം മാറണം എന്നുള്ള ഒരു ആവശ്യം, അതായത് ഈ ഭരണം മാറുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലപാട് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. അതേസമയം ഇറാനെ സംബന്ധിച്ച് 87 കുഞ്ഞുങ്ങളുടെ ജീവനും മറുപടി പറയും എന്ന് പറയുമ്പോൾ പല ആയുധങ്ങളും പഴയ ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണമാണ് കണ്ടത്. ഇനി പുതിയ ആയുധങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആശങ്കയോടെ കാണേണ്ടതാണ്. ഒന്നാമത്, ഈ പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സ്വാഭാവികമായും ഇറാൻ ആക്രമിക്കാൻ കഴിയുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ് കൂടുതൽ. ആ ഗൾഫ് മേഖല എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രവാസികൾ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളതും ആ മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മളെ വളരെ തരത്തിൽ ബാധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കപ്പലുകൾ പിടിച്ചെടുത്തുകൊണ്ടുള്ള നടപടികളൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ പറഞ്ഞത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ചരക്ക് കപ്പലുകൾ ഇറാൻ പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഒപ്പം ഈ കടലിടുക്കിലെ ഇറാന്റെ സമുദ്ര മൈനുകൾ അമേരിക്ക നിക്ഷേപിച്ചതായി അമേരിക്കൻ നാവികസേന ആരോപിക്കുന്നുണ്ട്. വാണിജ്യ കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായും തടസ്സപ്പെടുത്താനാണ് ഈ നടപടി എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൂതികളുടെ ഇടപെടൽ ഉണ്ട്. ഇറാന്റെ പിന്തുണയുള്ള യമനിലെ ഹൂതി വിമതർ ഇസ്രായേൽ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ചില ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിന് മറുപടിയായി US നേവിയുടെ 5ാം പടക്കപ്പൽ ചെങ്കടലിൽ നിന്ന് ഇറാന്റെ തീരദേശ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെയും മിസൈലുകൾ തൊടുത്തുവിട്ടു എന്നുള്ള റിപ്പോർട്ടുകൾ വരെയാണ്. അതായത് വ്യോമമാർഗം, കര, വ്യോമ, നാവിക മേഖല, അതായത് എല്ലായിടത്തും പൂർണ്ണമായും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യമാണ്. വ്യോമാക്രമണമായിരുന്നു ആദ്യമെങ്കിൽ പിന്നീട് അത് കരയിലേക്ക്, അതായത് മിസൈൽ ആക്രമണത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇപ്പോൾ അത് കടലിൽ കൂടി ആക്രമണം കൊണ്ടുവരികയാണ്. പക്ഷേ അത് എത്രത്തോളം അത് ഈ രാജ്യങ്ങൾക്ക് അപ്പുറത്തേക്ക് കടലിലെ ആക്രമണം ഉണ്ടാക്കാൻ പോകുന്നത് ഏതായാലും ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇസ്രായേലും അമേരിക്കയും പിന്നോട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. അതേ നിലപാടെടുത്തിരിക്കുകയാണ് ഇറാനും. ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്ന അമേരിക്കയുടെ നിലപാടും നിർണായകമാണ്. ഒപ്പം ഇന്ത്യ, റഷ്യ, ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനവും അതെന്താകും എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഈ പശ്ചിമേഷ്യ കലുഷിതം എന്നത് എന്താകും വരും മണിക്കൂറിൽ എന്നതാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. തീർത്തും അപ്രതീക്ഷിതമായ അശാന്തിയിലേക്കും യുദ്ധഭീതിയിലേക്കും കടന്നിരിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങളും. മലയാളികളടക്കം ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളെ കൂടി നിലവിലെ സാഹചര്യം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. UAE-യിൽ ആക്രമണം ശക്തമായിരിക്കുന്നു. 4 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരങ്ങൾ ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ശ്രീരാജ് കൈമൾ കൂടി ചേരുകയാണ്. ശ്രീരാജ്, UAE-യിൽ വീണ്ടും ആക്രമണം ശക്തമായിരിക്കുന്നു. 4 പേർക്ക് പരിക്കേറ്റു എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു. ആകെ മൊത്തത്തിൽ നോക്കിയാൽ ഗൾഫ് രാജ്യങ്ങളിൽ 13 ആക്രമണം നടത്തി എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. UAE-യിലെ നിലവിലെ സാഹചര്യം എന്താണ് ശ്രീരാജ്? അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന് നേരെയുള്ള ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം വന്നത് മേഖലയിൽ കടുത്ത രീതിയിലുള്ള ഒരു ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. UAE-യിൽ അബുദാബിയിലെ US സൈനിക കേന്ദ്രത്തിന് നേരെയാണ് നേരത്തെ ഇറാന്റെ ആക്രമണം ഉണ്ടായത്. വൈകിട്ടോടെയാണ് ദുബായിലേക്കും ഒരു മിസൈൽ ആക്രമണം ശ്രമം നടന്നത്. ദുബായിലെ പാം ജുമേറയിലാണ് ആക്രമണ ശ്രമം ഉണ്ടായത്. ഇതേ തുടർന്ന് ഇവിടെയുള്ള ഒരു കെട്ടിടത്തിന് മുന്നിൽ തീപിടുത്തമുണ്ടായി. അവശിഷ്ടങ്ങൾ പതിച്ചാണ് തീപിടുത്തമുണ്ടായത്. ഇവിടെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ആക്രമണങ്ങളെല്ലാം അതിസൂക്ഷ്മതയോടെ പ്രതിരോധിക്കാനായെന്ന് UAE വ്യക്തമാക്കുന്നുണ്ട്. സാഹചര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും മുൻനിര പോരാളികൾ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളുന്നുവെന്നും ദുബായ് മീഡിയ ഓഫീസ് X പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നാടിനെ സ്വന്തം വീടെന്ന് കരുതുന്ന എല്ലാവരും സുരക്ഷിതരായിരിക്കുമെന്നും ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പൗരന്മാരുടെയും താമസക്കാരുടെയും
സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല എന്ന് UAE ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ഒപ്പം ഒരു നിർദ്ദേശം പൊതുജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സംശയകരമായ വസ്തുക്കൾ കണ്ടാൽ അടുത്തു പോകാനോ ഫോട്ടോ എടുക്കാനോ ശ്രമിക്കരുതെന്നുള്ള ഒരു കർശന നിർദ്ദേശം UAE നൽകിയിട്ടുണ്ട്. പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും ഔദ്യോഗിക സോഴ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമേ പിന്തുടരേണ്ട ആവശ്യമുള്ളൂ എന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും UAE വളരെ വ്യക്തമായി താമസക്കാർക്കും ഇവിടുത്തെ പൗരന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം UAEയുടെ സാമ്പത്തിക വകുപ്പ് ഒരു പുതിയ ഒരു അപ്ഡേറ്റ് ഈ അടുത്ത സമയത്ത് നൽകിയിട്ടുണ്ട്. രാജ്യത്ത് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും ജനങ്ങൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ലെന്നും ഈ അറിയിപ്പിൽ വ്യക്തമാക്കുകയാണ്. UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിലെ എല്ലാം ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയങ്ങൾ പ്രവാസികൾക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അതായത് അതത് രാജ്യങ്ങളിലെ അധികൃതർ ഔദ്യോഗിക പ്ലാറ്റ്ഫോമുകളിലൂടെ നൽകുന്ന വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും അഭ്യൂഹങ്ങളിൽ വീണു പോകരുതെന്നുമാണ് ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. നിലവിലെ ഒരു സാഹചര്യം പരിഗണിച്ച് അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രം അടച്ചു എന്ന് ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള BAPS ഹിന്ദു മന്ദിർ കുറച്ചു സമയം മുമ്പ് വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. നമുക്കറിയുന്ന പോലെ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെയും ഒരു ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ജീവനക്കാർക്ക് നേരിയ പരിക്കേറ്റതായും ടെർമിനൽ ബിൽഡിങ്ങിന് കേടുപാടുകൾ പറ്റിയതായുമുള്ള വിവരങ്ങളാണ് അശ്വതി കുവൈറ്റിൽ നിന്ന് പുറത്തു വരുന്നത്. മുൻപ് നമ്മൾ നേരത്തെ ബുള്ളറ്റിനുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഗൾഫ് മേഖലയിലെ വ്യോമ ഗതാഗതത്തെയും പൂർണ്ണമായും ഏതാണ്ട് തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ സെക്ടറിലേക്കുള്ളത് മാത്രമല്ല മറ്റെല്ലാ ഭാഗങ്ങളിലേക്കുമുള്ള ഗൾഫിൽ നിന്നുള്ള വിമാന സർവീസുകളെ ഈ ഒരു സാഹചര്യം വളരെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എമിറേറ്റ്സ്, ഫ്ലൈ ദുബായ്, ഇത്തിഹാദ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട UAEയിലെ വിമാന കമ്പനികളെല്ലാം സർവീസുകൾ നിർത്തിവെച്ചു എന്നുള്ള അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്ത്യയിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ, അതുപോലെ തന്നെ എയർ ഇന്ത്യ പോലുള്ള വിമാന കമ്പനികളും ഗൾഫ് സെക്ടറിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചിട്ടുണ്ട്. നമുക്കറിയുന്നത് പോലെ തന്നെ അശ്വതി UAE, ഖത്തർ, ഒമാൻ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ ഒരു ലേ ഓവർ ഇടം കൂടിയാണ്. സ്വാഭാവികമായും അവിടേക്കുള്ള യാത്രകളെയും അവിടേക്കുള്ള വിമാന സർവീസുകളെയും ഇപ്പോഴത്തെ ഈ സാഹചര്യം വളരെ പ്രതികൂലമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ദുബായിലെ അന്താരാഷ്ട്ര വിമാനത്താവളവും അൽ മക്തൂം വിമാനത്താവളവും പ്രവർത്തനം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അവസാനിപ്പിച്ചു എന്നാണ് നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഇറാന്റെ US ചർച്ചകളൊക്കെ നടന്നിരുന്നത്. നിലവിലത്തെ സാഹചര്യങ്ങളിൽ ഒരു നിരാശ തോന്നുന്നു എന്നാണ് ഒമാൻ വിദേശകാര്യമന്ത്രി ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രതികരിച്ചത്. ഒപ്പം നമുക്കിപ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നിലവിലത്തെ സാഹചര്യം സംബന്ധിച്ച് ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികളുമായി തീർച്ചയായും ശ്രീരാജ്, അത് തന്നെയാണ്. എന്തായാലും UAEയിലും ആക്രമണം തുടരുകയാണ്. ഇറാൻ പ്രത്യാക്രമണം നടത്തിയത് ഗൾഫ് മേഖലയിലുള്ള US സൈനിക കേന്ദ്രങ്ങളിലാണ്. ബഹ്റൈനിലെ ജുഫറയിൽ US സേനാ താവളം ആക്രമിച്ചിരിക്കുന്നു. കുഞ്ഞുങ്ങളെ കൊന്നതിലും മറുപടി നൽകും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. എന്തായാലും ഗൾഫ് മേഖലയിലെ ഭരണകൂടം പറയുന്നത് ജാഗ്രതയോടെ ഇരിക്കുക, നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. UAEയിലും അതീവ ജാഗ്രതയാണ്. വ്യോമതാവളം അടക്കം അടച്ചിരിക്കുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അഖില, ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ പറയുന്ന കാര്യങ്ങൾ, അതായത് രാജ്യങ്ങൾ സംയമനം പാലിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്നുമാണ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകുന്നത്. സ്ഥിതിഗതികളൊക്കെ നിരീക്ഷിച്ച് വരികയാണ് വിദേശകാര്യ മന്ത്രാലയം. ഈ ഇസ്രായേലും ഒപ്പം ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ ഉള്ളവർ, പ്രവാസികളൊക്കെ ഉണ്ട്. നമുക്കറിയാം ഇസ്രായേലൊക്കെ 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാരുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരോടൊക്കെ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അടക്കം മുന്നറിയിപ്പ് നൽകുന്നത്. ഒപ്പം വിദ്യാർത്ഥികളടക്കം 10,000-ലേറെ ഇന്ത്യക്കാർ യുദ്ധമേഖലകൾ ഉണ്ടെന്നുള്ള സൂചനയൊക്കെ പുറത്തു വരുന്നുണ്ട്. പരമാവധി വാസസ്ഥലങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും ഇന്ത്യ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇന്ത്യ എന്തായിരിക്കും ഇതിൽ സ്വീകരിക്കുക, എങ്ങനെയായിരിക്കും നിലപാട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്വതി, ഇന്ത്യ ഇരു വിഭാഗങ്ങൾക്കും പിന്തുണ പ്രഖ്യാപിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാടും ഇന്ത്യ സ്വീകരിക്കുന്നില്ല. സമാധാനം പുനഃസ്ഥാപിക്കാൻ ആവശ്യമായ സംയമനം എല്ലാ കക്ഷികളും പാലിക്കണം എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൾഫിലും ഇസ്രായേലിലും അടക്കം നിരവധി നമ്മുടെ പൗരന്മാരുണ്ട്. നമ്മുടെ പൗരന്മാരുടെ സുരക്ഷ എന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കാനുള്ള നടപടികൾ, വിവിധ ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ നടത്തിയതാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ഇന്ത്യ ഇപ്പോൾ പോയിട്ടില്ല. പക്ഷേ
തന്നെ എല്ലാ പൗരന്മാരോടും സുരക്ഷിതമായി ഇരിക്കുക, നിർദ്ദേശങ്ങൾ ഇന്ത്യൻ എംബസി അടക്കം നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒപ്പം ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ഏത് മാർഗം ഉപയോഗിച്ചിട്ടാണെങ്കിലും ഇറാനിൽ നിന്ന് പുറത്തു പോവുക, അതായത് ആ രാജ്യം വിടുക എന്നുള്ള ആവശ്യമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വളരെ ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് വ്യോമയാന മേഖലയിൽ വലിയ നഷ്ടം, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങൾക്കും ആ പ്രശ്നമുണ്ട്, ഇന്ത്യക്കുമുണ്ട്. വ്യോമയാന മേഖലയിൽ വലിയ നാശനഷ്ടം ഈ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. വിവിധ എയർലൈൻസുകൾ അവരുടെ സർവീസുകൾ മുഴുവൻ നിർത്തലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ അത് സ്വാഭാവികമായും ബാധിക്കും. ഒപ്പം തന്നെ ചരക്ക് നീക്കത്തെ, ഈ കടലിലുള്ള പ്രശ്നങ്ങൾ ചരക്ക് നീക്കത്തെ ബാധിക്കുന്നത് ഇന്ത്യയിലേക്കുള്ള ചരക്ക് നീക്കത്തെയും ബാധിക്കും. ഒപ്പം എണ്ണവില ഉയരുന്നത് ഇന്ത്യക്ക് വലിയ പ്രതിസന്ധിയായി വരാനുള്ള ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഇന്ത്യ വിലയിരുത്തുകയാണ്. ഒപ്പം UN സുരക്ഷാ കൗൺസിൽ യോഗത്തിലൊക്കെ എത്തരത്തിലുള്ള നിലപാടുകളാണ് വരിക എന്നുള്ളതുമൊക്കെ ഇന്ത്യ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തിയത്. ായി ബന്ധപ്പെട്ടൊരു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിളിക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ ഒരുപക്ഷെ ഉണ്ടാകും എന്നുള്ള ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ നെതന്യാഹു ഈ ട്രംപുമായി ഫോണിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതാണ്. അതിനുശേഷമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഏതായാലും ഇന്ത്യ വളരെ കരുതലോടെയാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. INS കൊൽക്കട്ട ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ യുദ്ധക്കപ്പലുകളൊക്കെ വിന്യസിച്ചുകൊണ്ട് ചരക്ക് നീക്കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, അതായത് ചരക്ക് നീക്കത്തിന്റെ സുരക്ഷ ഒരുക്കാൻ INS കൊൽക്കട്ട അടക്കമുള്ള കപ്പലുകളൊക്കെ ഇന്ത്യ വിന്യസിച്ചുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർക്കുകയാണ്. പക്ഷേ നമ്മുടെ പൗരന്മാർക്ക് ആവശ്യമായ എല്ലാ നടപടികളും നൽകുന്നുണ്ട്. നോർക്ക അടക്കം ആവശ്യമായ സൗകര്യങ്ങൾ, ഹെൽപ്പ് ഡെസ്കുകൾ ഒക്കെ തുറന്നിട്ടുണ്ട്. പൗരന്മാർ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യം. അത് ഗൾഫ് മേഖലയിൽ മാത്രമല്ല, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ ഇറാനിലുള്ള പൗരന്മാർ ഒക്കെ സുരക്ഷിതരായി മടങ്ങിയെത്തുക എന്നുള്ളതാണ് രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം. ശരി, അത് തന്നെയാണ്. ഇന്ത്യക്കാർ അടക്കമുള്ളവർ യുദ്ധമേഖലകളിൽ ഉണ്ടെന്നുള്ള സൂചനയുണ്ട്. പരമാവധി വാസസ്ഥലങ്ങളിൽ തുടരണമെന്നും ഇന്ത്യൻ എംബസിയുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദയവായി അത് പാലിക്കുക, ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുക, സുരക്ഷിതരായി ഇരിക്കാൻ ശ്രമിക്കുക എന്നതാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള രാജ്യത്തെ വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള യാത്ര അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. വിമാന സർവീസുകൾ എപ്പോൾ പുനഃസ്ഥാപിക്കുമെന്നത് സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. സംഘർഷത്തെ തുടർന്ന് മിഡിൽ ഈസ്റ്റിലേക്കുള്ള എല്ലാ വിമാനങ്ങളും താൽക്കാലികമായി റദ്ദാക്കി. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിമാന കമ്പനികൾ അറിയിച്ചു. തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കരിപ്പൂർ, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്നും ദോഹ, ദുബായ്, ഷാർജ, ദമാം, അബുദാബി, ജിദ്ദ എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. ഗൾഫ് മേഖലകളിൽ നിന്ന് തിരിച്ചുള്ള വിമാനങ്ങളും റദ്ദാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും അബുദാബിയിലേക്ക് പോയ അറേബ്യ വിമാനം പാതി വഴിയിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ തിരിച്ചിറക്കി. നെടുമ്പാശ്ശേരിയിൽ നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെട്ട ഒമാൻ എയർവേസ് വിമാനവും സുരക്ഷാ കാരണങ്ങളാൽ നെടുമ്പാശ്ശേരിയിലേക്ക് തിരിച്ചു വിളിച്ചു. മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിമാനത്താവളത്തിലെത്തിയ നൂറുകണക്കിന് യാത്രക്കാരാണ് ഇതോടെ കുടുങ്ങിയത്. ഷാർജയ്ക്കുള്ള ഫ്ലൈറ്റ് ആയിരുന്നു, 7:15 ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ചെക്കിങ് നോക്കിയപ്പോൾ അതിനകത്ത് ബോർഡിൽ കാണിച്ചത് ചെക്കിങ് ക്ലോസ്ഡ് എന്നായിരുന്നു. പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ക്യാൻസൽ എന്ന്. പക്ഷേ ഒഫീഷ്യൽ മെയിലൊന്നും നമുക്ക് വന്നിട്ടില്ല. ഒഫീഷ്യൽ മെയിൽ വരാതെ പോയാൽ നമുക്ക് തിരിച്ച് വന്നിട്ട്, നമ്മൾ തിരുവല്ലയെന്നാണ് വരുന്നത്, 4 മണിക്കൂർ യാത്ര ചെയ്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ തിരിച്ച് പോകണമെങ്കിൽ 4 മണിക്കൂറിൻ്റെ ഇടയിൽ ഇവർ റിപ്പോർട്ട് വരുവാണ്, നിങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പോകാമെന്ന് വന്നാൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. போக 5 மணிக்கூர் வர 5 மணிக்கூர். அவங்களுக்கு ராஜபாளையம் பக்கம் சேத்தூர், எனக்கு தென்காசி மாவட்டத்தில் சங்கரன் கோவில். அப்போ நான் வந்துட்டு இப்போ 4 மணிக்கூர் ஆகி, அப்போ நாளை திங்களாச்சும் நான் டூட்டி ஜாயின் ஆகணும். அப்போ இவ்வளோ ஒரு புத்திமுட்டில் இருக்குன்னு இப்போ ஏரியாவில் வந்து ஒரு இன்ஃபர்மேஷன் இதுவரையும் கிடைச்சிട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ തിരിച്ചു പോയിട്ട് തിരുമ്പ വരണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടിൽ ഇരിക്കുന്നു. ഇപ്പോൾ സർവീസുകൾ എപ്പോൾ പുനരാരംഭിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യാത്രക്കാർ വിമാനത്താവളങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് അതത് എയർലൈനുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിച്ച് യാത്ര ആസൂത്രണം ചെയ്യണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി നോക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എസ്റ്റേണിലെ മാതൃകാ ടൗൺഷിപ്പിന്റെ 1ാം ഘട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ രാവിലെ 11 മണിക്ക് എസ്റ്റേറ്റിൽ നടക്കുന്ന പരിപാടിയിൽ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം നിർവഹിക്കും. ഗുണഭോക്താക്കളുടെ പട്ടയ വിതരണവും ഈ ചടങ്ങിൽ നടക്കും. ജൂലൈ 29 ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും മുകളിൽ ഉരുൾ വന്ന് പതിച്ചു. ഒരു കൊല്ലവും 7 മാസവും പിന്നിടുമ്പോൾ മുറിവേറ്റ ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ച് അവർക്ക് വീണ്ടും കൂടൊരുക്കുകയാണ് ഒരു സർക്കാർ. സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നിയമ തടസ്സങ്ങൾ,
കാലാവസ്ഥാ ഭീഷണി. അങ്ങനെ നിർമ്മാണത്തിനിടെയുള്ള നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം പൂർത്തിയായത്. വയനാടിന്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിൽ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെയും ഏജൻസികളുടെയും തൊഴിലാളികളുടെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെയാണ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നത്. ഏൽസ്റ്റണിൽ 410 വീട്, അനുബന്ധ സൗകര്യങ്ങൾ വിഭാവനം ചെയ്ത ടൗൺഷിപ്പിൽ ഒന്നാം ഘട്ടത്തിൽ 178 വീടുകളാണ് പൂർത്തിയായത്. പൂർണ്ണമായും വീട് നഷ്ടമായ കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ വീടുകൾ നൽകുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ സാധിക്കും വിധം 7 സെന്റ് ഭൂമിയിൽ 1000 ചതുരശ്രയടിയിൽ ഒറ്റനിലയിൽ പണിത കെട്ടിടങ്ങൾ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയത്. പ്രധാന കിടപ്പുമുറി, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ വീടിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64.4705 ഹെക്ടർ ഭൂമിയാണ് ടൗൺഷിപ്പ് നിർമ്മിക്കാനായി സർക്കാർ ഏറ്റെടുത്തത്. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന 410 വീടുകളിലായി 1662 ആളുകൾക്കാണ് തണലൊരുങ്ങുന്നത്. പൊതു റോഡ്, ആരോഗ്യ കേന്ദ്രം, അംഗനവാടി, പൊതുമാർക്കറ്റ്, കമ്മ്യൂണിറ്റി സെന്ററുകൾ എന്നിവയും ഇതിന്റെ ഭാഗമായുണ്ടാവും. ആരോഗ്യ കേന്ദ്രത്തിൽ ലബോറട്ടറി, ഫാർമസി, പരിശോധന, വാക്സിനേഷൻ, ഒബ്സർവേഷൻ മുറികൾ, OP, ടിക്കറ്റ് കൗണ്ടർ സൗകര്യങ്ങളും സജ്ജീകരിക്കും. പൊതുമാർക്കറ്റിൽ കടകൾ, സ്റ്റാളുകൾ, ഓപ്പൺ മാർക്കറ്റ്, കുട്ടികൾക്ക് കളിസ്ഥലം, പാർക്കിംഗ് എന്നിവ ഒരുക്കും. മൾട്ടിപർപ്പസ് ഹാൾ, കളിസ്ഥലം, ലൈബ്രറി, സ്പോർട്സ് ക്ലബ്, ഓപ്പൺ എയർ തിയേറ്റർ എന്നിവ കമ്മ്യൂണിറ്റി സെന്ററിലും നിർമ്മിക്കും. സോളാർ, മെമ്മോറിയൽ, MCF എന്നിവയുണ്ടാകും. 2025 മാർച്ച് 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ട ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം ചുരുങ്ങിയ സമയം കൊണ്ട് യാഥാർത്ഥ്യമാകുമ്പോൾ എല്ലാം നഷ്ടമായ ഒരു ജനതയെ ചേർത്ത് പിടിച്ച സർക്കാർ എന്ന അഭിമാനമുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്. അമൃത ന്യൂസ്, വയനാട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി മുസ്ലിം ലീഗ് നിർമ്മിച്ച ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം നടന്നു. പൂർത്തിയായ 51 വീടുകളാണ് ദുരന്ത ബാധിതർക്ക് ഇന്ന് കൈമാറിയത്. മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് വീടുകളുടെ താക്കോൽ കൈമാറിയത്. മുഖ്യ അതിഥിയായി കോൺഗ്രസ് നേതാവും MP-യുമായ പ്രിയങ്ക ഗാന്ധിയും പങ്കെടുത്തു. മുസ്ലിം ലീഗ് ദുരന്തബാധിതർക്കായി 105 വീടുകളാണ് നിർമ്മിച്ചു നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പൂർത്തിയായ 51 വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് നടന്നത്. വികാര നിർഭരമായ ചടങ്ങിൽ മുഖ്യാതിഥിയായ MP പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറിയത്. മുസ്ലിം ലീഗിന്റെ ദേശീയ സംസ്ഥാനതല നേതാക്കളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ദുരന്ത സമയത്തെ പ്രവർത്തനത്തിന് വൈറ്റ് ഗാർഡിനെ അഭിനന്ദിച്ച പ്രിയങ്ക ഗാന്ധി വീടുകളുടെ പ്രവൃത്തി പെട്ടെന്ന് പൂർത്തീകരിച്ചതിന് മുസ്ലിം ലീഗിനെയും അഭിനന്ദിച്ചു. Sadiq Ali Tangal ji and Shri Kunyali Kutti ji, each one of you stood firm for your ideology of secularism, of dedication, devotion to service and of unity for this country. Every person you helped people across religions, you helped the old, you helped the young, you helped women, you helped men, you helped children who had lost everything. And I think that the work you did was exemplary. വയനാട് ജില്ലയിലെ കൽപ്പറ്റയ്ക്കടുത്ത് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് പ്രദേശത്ത് 11.5 ഏക്കർ സ്ഥലത്താണ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായത്. 8 സെന്റ് വിസ്തീർണത്തിൽ 1060 ചതുരശ്ര അടിയിലായി 3 ബെഡ്റൂമുകൾ, 2 കുളിമുറികൾ, അടുക്കള, ഡ്രോയിങ് ഹാൾ, വർക്ക് ഏരിയ, സിറ്റ് ഔട്ട് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഓരോ വീടും. വീടുകളിലേക്കുള്ള അത്യാവശ്യ ഫർണിച്ചറുകളും നൽകിയിട്ടുണ്ട്. രണ്ടാം ഘട്ട വീടുകളുടെ നിർമ്മാണം ആരംഭിച്ചതായും മെയ് 30-നകം നിർമ്മാണം പൂർത്തിയാകുമെന്നും ലീഗ് നേതൃത്വം അറിയിച്ചു. നിലവിലുള്ള പദ്ധതി സ്ഥലത്തിനോട് ചേർന്നാണ് പുതിയ വീടുകളും നിർമ്മിക്കുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, വയനാട്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPM-ലെ പ്രമുഖ നേതാക്കളുടെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് PB അംഗങ്ങളിൽ പിണറായി വിജയൻ മാത്രമാണ് മത്സരിക്കുക. പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് KK ശൈലജ ഇതിനോടകം സെക്രട്ടേറിയറ്റിനെ അറിയിച്ചിട്ടുണ്ട്. മാർച്ച് 8-നോ 9-നോ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിയിലെ പ്രമുഖ മുഖങ്ങളിൽ ആരൊക്കെ മത്സരിക്കണമെന്നതും എവിടെയൊക്കെ മത്സരിക്കണമെന്നതും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുകയും ഏറെക്കുറെ തീരുമാനമാകുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന് PB നേരത്തെ തന്നെ മത്സരിക്കാൻ ഇളവ് നൽകിയതാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF 2026 നേരിടുമ്പോൾ മറ്റു പ്രമുഖരിൽ ആരൊക്കെ ഉണ്ടാകുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മട്ടന്നൂരിൽ സീറ്റില്ലാത്തതിനാൽ മത്സരരംഗത്തുണ്ടാകില്ലെന്ന് KK ശൈലജ നേതൃത്വത്തെ ആദ്യം അറിയിച്ചിരുന്നു.
ഉറപ്പുള്ള സീറ്റുകളിൽ ടേം വ്യവസ്ഥ കർശനമാക്കണമെന്ന പാർട്ടി നിലപാട് വന്നതോടെ പേരാവൂരിൽ മത്സരിക്കാനാണ് നേതൃത്വം KK ശൈലജയോട് ആവശ്യപ്പെട്ടത്. ഇക്കാര്യത്തിലെ അനിശ്ചിതത്വം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തു. പേരാവൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന നിലപാട് KK ശൈലജ സെക്രട്ടേറിയറ്റിനെ അറിയിച്ചു. അടുത്ത സെക്രട്ടേറിയറ്റാകും അന്തിമ തീരുമാനമെടുക്കുക. മട്ടന്നൂരിൽ VK സനോജാകും മത്സരിക്കുക. പിണറായി വിജയൻ ഒഴികെ മറ്റു പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആരും തന്നെ മത്സരരംഗത്തില്ല. അതിനാൽ തളിപ്പറമ്പിൽ MV ഗോവിന്ദന് പകരം ഭാര്യയും മഹിളാ അസോസിയേഷൻ നേതാവുമായ PK ശ്യാമള മത്സരിക്കും. സ്പീക്കർ AN ഷംസീറിന് സീറ്റില്ല. തലശ്ശേരിയിൽ ഇക്കുറി മത്സരിക്കുക കാരായി രാജനാണ്. PK ബിജുവിനും ഇക്കുറി സീറ്റില്ല. A വിജയരാഘവനും മത്സരരംഗത്തില്ല. കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയ മുൻ മന്ത്രിമാർ ആരും തന്നെ ഇക്കുറിയും പട്ടികയിലില്ല. EP ജയരാജൻ, തോമസ് ഐസക്, G സുധാകരൻ, AK ബാലൻ എന്നിവരാരും 2026 മത്സരിക്കില്ല. P ജയരാജന് ഇത്തവണയും സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിൽ PSC മുൻ ചെയർമാൻ MK സക്കീറാണ് സ്ഥാനാർത്ഥിയാകുക. ജില്ലാ സെക്രട്ടറിമാർ മത്സരരംഗത്തുണ്ടെങ്കിൽ അവർ പദവിയിൽ നിന്ന് മാറി നിൽക്കും. പാർട്ടി സെക്രട്ടറിമാരായിട്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ മത്സരരംഗത്തുണ്ടാവില്ല. ഇനിയിപ്പോൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടറി സ്ഥാനത്ത് മാറിയിട്ടാണ് മത്സരിക്കുക, അല്ലെങ്കിൽ അതിന് പകരം ചാർജ് കൊടുത്തുകൊണ്ടാണ് മത്സരിക്കുക. സ്ഥാനാർത്ഥി പട്ടികയിൽ ഇക്കുറിയും സ്വതന്ത്രന്മാർ ഉണ്ടാകും. മാർച്ച് 8-നോ 9-നോ ഔദ്യോഗികമായി പട്ടിക പ്രഖ്യാപിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. RSPയിൽ ഇന്ന് കണ്ടത് വലിയ പൊട്ടിത്തെറിയാണ്. ഇരവിപുരം നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി RSPയിൽ ആഭ്യന്തര തർക്കം രൂക്ഷമായി. സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് മണ്ഡലം സെക്രട്ടറി N നൌഷാദ് രാജിവെച്ചു. ഷിബു ബേബി ജോൺ പക്ഷവും NK പ്രേമചന്ദ്രൻ പക്ഷവും തമ്മിലുള്ള ഭിന്നതയാണ് പാർട്ടിക്കുള്ളിൽ പുതിയ പ്രതിസന്ധിക്ക് വഴിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കവേ NCPയിൽ വിഭാഗീയത. എലത്തൂർ സീറ്റുമായി ബന്ധപ്പെട്ട് തർക്കം മുറുകുമ്പോൾ എലത്തൂർ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിൽ NCP ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിനോട് വിശദീകരണം ചോദിച്ചിരിക്കുകയാണ് സംസ്ഥാന നേതൃത്വം. മന്ത്രി AK ശശീന്ദ്രനെ തേജോവധം ചെയ്യുന്ന പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന നിർദ്ദേശവും നേതൃത്വം മുക്കം മുഹമ്മദിന് നൽകിയിട്ടുണ്ട്.